സെം എക്സാം എഴുതാണ്ട്, അതായത് എന്റെ പബ്ലിക് എക്സാം എഴുതാണ്ട് ഞാൻ ശ്രീനെ കാണാൻ കണ്ണൂരേക്ക് കെട്ടി പുറപ്പെട്ടു പോയി ഗൈസ്. ശ്രീക്ക് അറിയുന്ന കൂടി ഉണ്ടായിട്ടില്ല ഞാൻ വരുന്ന കാര്യം. ഞാൻ കണ്ണൂര് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ബസ് ഇതാണ്, ശ്രീ എക്സാം. അതിനുള്ളിൽ എന്റെ വീട്ടുകാർ എക്സാം എഴുതിയിട്ടെങ്കിൽ എന്താവും, കോളേജിൽ നിന്ന് സാറ് വീട്ടിലേക്ക് വിളിക്കുവോ, അങ്ങനെ എന്തെല്ലോ ടെൻഷൻ. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനിടയായി. അശ്വതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഒളിച്ചോട്ട കല്യാണത്തിന്റെ കഥ പറയുന്ന ഒരു വീഡിയോ. കഥ പറയുന്ന മറ്റാരുമല്ല, അശ്വതി തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ അശ്വതി കഥ പറയുന്നുണ്ട്. കേട്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതൊരു യൂഷ്വൽ ഒളിച്ചോട്ട കഥ പോലെ തള്ളിക്കളയേണ്ട ഒന്നല്ല, മറിച്ച് പ്രണയിക്കുന്ന, ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവരും കേൾക്കേണ്ട ഒരു കഥയാണെന്ന് തോന്നിയത്. അതുകൊണ്ട് മാത്രമാണ് അശ്വതിയുടെയും ശ്രീയുടെയും ഒളിച്ചോട്ട കല്യാണത്തിന്റെ കഥ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. പ്രണയിച്ച് കല്യാണം വരിൽ പലരും പിന്നീട് പ്രണയ വിവാഹങ്ങളെ എതിർക്കുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അല്ലെ? ഈ പ്രണയിച്ച് വിവാഹം ചെയ്തവരിൽ പലരും അവരുടെ മക്കളെ യാതൊരു കാരണവശാലും പ്രണയിക്കാൻ വിടാറില്ല, അല്ലെ? ഞാൻ ജനറലൈസ് ചെയ്യല്ലേ കേട്ടോ, രണ്ടു വിധത്തിലുള്ള ആളുകളും ഉണ്ട്. പക്ഷെ പ്രണയിച്ച് വിവാഹം ചെയ്തവർ തന്നെ പ്രണയ വിവാഹത്തിനെതിരെ നിൽക്കുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും, അല്ലെ? അതുപോലെ തന്നെയാണ് അശ്വതിന്റെ കാര്യവും. അശ്വതി പ്രണയത്തിനെതിരല്ല, പക്ഷെ ഒളിച്ചോട്ട കല്യാണങ്ങൾ താൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് അശ്വതി പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അപ്രതീക്ഷിതമായിട്ടാണ് അശ്വതിയുടെ കല്യാണം നടക്കുന്നത്. അശ്വതിയും ശ്രീയും പ്രണയത്തിലായിരുന്നു. ആസ് യൂഷ്വൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീട്ടിലറിഞ്ഞു. സാധാരണ നടക്കുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടായി. വീട്ടുകാർ അശ്വതിയെ വഴക്ക് പറഞ്ഞു, അടിച്ചു, ഫോൺ വാങ്ങി വെച്ചു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രണ്ട് വീട്ടുകാരും ഒന്ന് അഴിഞ്ഞു. ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാമെന്നുള്ള ലെവലിലേക്കൊക്കെ എത്തി. പക്ഷെ അപ്പോഴാണ് ട്വിസ്റ്റ്. ഇവർ രണ്ടുപേരും എപ്പോഴും അടിയാണ്. അതായത് അശ്വതിക്കും ശ്രീക്കും പരസ്പരം നല്ല സ്നേഹമുണ്ട്. പക്ഷെ എത്ര സ്നേഹിച്ചോ അതിന് ഡബിൾ ആയിട്ട് തന്നെ ഇവർ അടിയും കൂടും. അടി ഉണ്ടാക്കുന്നതിൽ അശ്വതി എക്സ്പേർട്ട് ആയിരുന്നു. ഇത് അശ്വതി തന്നെ പറഞ്ഞതാട്ടോ. എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രായമായിരുന്നു, മെച്യൂരിറ്റി വല്ലാണ്ടായിട്ടില്ലല്ലോ. എന്തായാലും ഇവരിങ്ങനെ ഇടയ്ക്കിടെ അടിയാണെന്ന് മനസ്സിലാക്കി ഇവരുടെ വീട്ടുകാരെന്താക്കി, കല്യാണം നടത്തി തരാമെന്നുള്ള ഓഫർ അങ്ങ് പിൻവലിച്ചു. സ്വാഭാവികം. ഇപ്പോഴേ രണ്ടുപേരും കിടന്ന് ഇങ്ങനെ അടിയാണെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഏത് മാതാപിതാക്കളാണെങ്കിലും ആ ഒരു തീരുമാനം തന്നെ എടുക്കത്തുള്ളൂ. ഇങ്ങനെ എന്തും അടി കൂടി പോകാനാണെങ്കിൽ എന്റെ കുട്ടിയെ നിനക്ക് കെട്ടിച്ചു തരില്ല എന്ന് രണ്ടുപേരുടെയും മാതാപിതാക്കൾ അങ്ങ് തീരുമാനിച്ചു. വീണ്ടും അശ്വതിയുടെ ഫോം വാങ്ങി വെച്ചു. അതൊരു കോവിഡ് കാലമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2021 ജൂലൈ 17. ഇര പിടിക്കാൻ ഇറങ്ങിയ കൊറോണയെ കൈകൊട്ടിയും പ്ലേറ്റുകൾ തമ്മിലടിച്ചും കൊണ്ട് നമ്മൾ നിഷ്കരണം വേട്ടയാടിയിരുന്ന കാലം. അശ്വതിയും ശ്രീയും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതായിട്ട് മാസം 1 ആയി. അങ്ങനെ ഇരിക്കുകയാണ് ബാംഗ്ലൂരിൽ ജിം ട്രെയിനറായി ജോലി ചെയ്യുന്ന ശ്രീ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് അശ്വതി എങ്ങനെയൊക്കെയോ അറിഞ്ഞു. അന്ന് അശ്വതിയുടെ പബ്ലിക് എക്സാം നടക്കുന്ന ദിവസമാണ്. പക്ഷേ ശ്രീ നാട്ടിലെത്തിയത് അറിഞ്ഞ അശ്വതി എക്സാമിന് പോയില്ല. അവൾക്ക് എങ്ങനെയായാലും ശ്രീയെ ഒന്ന് കാണണമായിരുന്നു, സ്വാഭാവികം. കുറെ കാലമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുമ്പോൾ കാണാനും മിണ്ടാനും ഒക്കെ തോന്നുന്നത് സ്വാഭാവികം. പക്ഷെ അങ്ങനെ കണ്ടുമുട്ടാൻ തെരഞ്ഞെടുത്ത ദിവസമായിരുന്നു മണ്ടത്തരമായത്. ഡിഗ്രി പബ്ലിക് എക്സാം ഒഴിവാക്കിയിട്ടാണ് അശ്വതി ശ്രീയെ കാണാൻ വേണ്ടി അവന്റെ നാട്ടിലേക്ക് പോകുന്നത്. 4 വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ. അതൊരു മണ്ടത്തരമാണെന്ന് അശ്വതി ഇന്ന് തിരിച്ചറിയുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. അതാണ് ഈ കഥയുടെ ഹൈലൈറ്റ്. അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അശ്വതിയെ കാണാൻ വേണ്ടി പോയി. ഇനി ബാക്കി കഥ നമുക്ക് അശ്വതിയിൽ നിന്ന് തന്നെ കേൾക്കാം. സെം എക്സാം എഴുതാണ്ട്, അതായത് എന്റെ പബ്ലിക് എക്സാം എഴുതാണ്ട് ഞാൻ ശ്രീനെ കാണാൻ കണ്ണൂരേക്ക് കെട്ടി പുറപ്പെട്ടു പോയി ഗൈസ്. ശ്രീക്ക് അറിയുന്ന കൂടി ഉണ്ടായിട്ടില്ല ഞാൻ വരുന്ന കാര്യം. ഞാൻ കണ്ണൂര് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ബസ് ഇതാണ്, ശ്രീ എക്സാം. അതിനുള്ളിൽ എന്റെ വീട്ടുകാർ എക്സാം എഴുതിയിട്ടെങ്കിൽ എന്താവും, കോളേജിൽ നിന്ന് സാറ് വീട്ടിലേക്ക് വിളിക്കുവോ, അങ്ങനെ എന്തെല്ലോ ടെൻഷൻ. ബസ്സിന്ന് ഞാനിങ്ങനെ ഒരു ഫ്രണ്ട്സ് സിനിമയിലെ ജയറാമില്ല അതുപോലെയാണ് ഇങ്ങനെ വിദൂരതയിലേക്ക് കാഴ്ച നോക്കി ഞാൻ ഇങ്ങനെ സ്തംഭിച്ച് കണ്ണെല്ലാം നിറഞ്ഞിരിക്കലായിരുന്നു. അങ്ങനെ ഞാൻ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ശ്രീനെ ഫോൺ വിളിച്ചു. എനിക്ക് ഫോണില്ല, എന്റെ വീട്ടിലെ പ്രശ്നമായിട്ട് ഫോണെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ അടിയില്ല ഏതോ ഒരു ഷോപ്പിൽ പോയിട്ട് ഫോൺ വാങ്ങിയിട്ട് ഞാൻ ഫോൺ വിളിച്ചു. എന്നിട്ട് അവൻ ഹലോ നീ ആയിട്ടുള്ളത് ഇങ്ങോട്ട് വാ. അപ്പൊ അവൻ പെട്ടെന്ന് നീ എന്തടി ഇടാന്നുള്ള രീതിയിൽ അവൻ ആ വീട്ടിൽ നിന്ന് പുട്ട് തിന്നുന്നതിന് പോലും കൈസ്. അവന്റെ അമ്മയാണ് പിന്നെ പറഞ്ഞത് അവൻ പുട്ട് തിന്നുമ്പോഴാണ് നിന്റെ കോൾ വരുന്നത്. അങ്ങനെ ശ്രീ ഞാൻ വിളിച്ചപ്പോ തന്നെ എന്തായാലും കുറെ കൊല്ലം പ്രേമിച്ചവരാണല്ലോ, എന്തെല്ലാം അടിയാന്ന് പറഞ്ഞാലും ഞാൻ വിളിച്ചവൻ വരാണ്ടിരിക്കില്ല. അങ്ങനെ അവൻ വന്നിട്ട് അവനെ കണ്ടപ്പാടന്നെ എനക്കാണ് ആകപ്പാട് വെറ. ആടെ ഒറ്റക്കല്ലേ ഞാനുള്ളത്, എന്നെ എല്ലാവരും നോക്കുന്നുണ്ടാവോ ചുറ്റും. കള്ളത്തരം ചെയ്തിട്ട് നിൽക്കുന്നവർക്ക് ഒരു കള്ളത്തരം ഉണ്ടാവില്ലേ ഗൈസ്, അതാണ് എനിക്ക് ഉണ്ടായത്. ഞാൻ ആടെ ആകെ പേടിച്ച് വിറച്ച്. അപ്പൊ ശ്രീ വന്ന് എന്നിട്ട് ഞാൻ ശ്രീനെ കണ്ടപ്പോഴേ കരഞ്ഞ്. എന്നിട്ട് ഞാൻ ശ്രീനോട് സംഭവം പറഞ്ഞു, ഞാനിങ്ങനെ വന്ന് എനിക്ക് എക്സാം ആണ് അങ്ങനെ ഇങ്ങനെ എന്നല്ല. അപ്പൊ അവൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്, എന്നാ വാന്ന് പറഞ്ഞു. അങ്ങനെ ബൈക്കിൽ എണ്ണയും കൂട്ടി പോയി. അങ്ങനെ നമ്മൾ എവിടെയല്ലോ ബൈക്കിൽ ഓരോ വഴിയിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ടോടി നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 മണി കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തേണ്ടതാണ്. 2 മണിയായിട്ടും ഞാൻ വീട്ടിലെത്തിയില്ല. സ്വാഭാവികമായിട്ടും ഫാമിലി ആരെ വിളിക്കും, ഫ്രണ്ട്സിനെ. അങ്ങനെ അവരെ വിളിച്ച് ഗൈസ്. അങ്ങനെ അവർക്കും അറിയില്ല ഞാൻ എവിടെയാ പോയെന്ന്, ആർക്കും അറിയില്ല. എനിക്കും ശ്രീക്കും മാത്രമേ അറിയൂ. പിന്നെ എന്റെ ആ ഒരു ഫ്രണ്ടിനും വേറെ ആർക്കും അറിയില്ല. എന്റെ ഫ്രണ്ട്സിന് അപ്പൊ തന്നെ തോന്നിനി ഞാൻ ഇത് ശ്രീന്റെ ഒപ്പം പോയതായിരിക്കും. അങ്ങനെ അവര് വേഗം ശ്രീനെ വിളിച്ചു. അങ്ങനെ സംഭവം ഞാൻ അവന്റെ ഒപ്പം ഉണ്ടെന്ന് അറിഞ്ഞ്
പിന്നെ ആ വീട്ടിലറിഞ്ഞു, പിന്നെ ആകെ പ്രശ്നമായി. പിന്നെ ഓക്കെ, അശ്വതി ഇപ്പൊ വളരെ ലാഘവത്തോടും ജോളിയായും കഥ പറയുന്ന കേട്ടാരും തെറ്റിദ്ധരിക്കണ്ട. ഇപ്പൊ അവരുടെ ഫാമിലി എല്ലാം ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ്. അല്ല, ചിലരിത് കേൾക്കുമ്പോൾ വിചാരിക്കുമല്ലോ, ചിലരല്ല ഞാനും വിചാരിക്കും, അതായത് എക്സാമിന്റെ അന്ന് വീട്ടുകാരെ പറ്റിച്ച് കാമുകനെ കാണാൻ പോയി കഥയൊക്കെ എത്ര സന്തോഷത്തോടെയാണ് ഇവിടെ പറയുന്നതെന്ന് വിചാരിക്കും. അശ്വതിയെ രണ്ട് കുറ്റവും പറയും. പക്ഷെ ഒരുപാട് കാലത്തിന് ശേഷമാണ് അശ്വതി കഥ പറയുന്നതെന്ന് ഓർക്കണം. ഒളിച്ചോടി 2ാം ദിവസമാണ് അശ്വതി ഇങ്ങനെ ഒരു കഥ വന്നിരുന്ന് പറഞ്ഞതെങ്കിൽ നമ്മൾ ഉറപ്പായും അശ്വതിയെ വിമർശിച്ചേനെ. എത്ര അള്ളോളം തരി ടീമുകളെ കുറിച്ച് നമ്മൾ വീഡിയോകൾ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരിക്കലും അശ്വതി തന്റെ ഒളിച്ചോട്ട കല്യാണത്തെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്നില്ല. അന്നത്തെ തന്റെ തീരുമാനങ്ങളെ ഓർത്തി ഇപ്പോഴും തനിക്ക് വിഷമമുണ്ട് എന്ന് അശ്വതി പിന്നീട് പറയുന്നുമുണ്ട്. അങ്ങനെ സമയമായിട്ടും അശ്വതിയെ കാണാതായപ്പോൾ അവളുടെ വീട്ടുകാർ അന്വേഷിച്ചു. അശ്വതി ശ്രീയുടെ കൂടെയാണ് ഉള്ളതെന്ന് അവരറിഞ്ഞു. അതോടെ അശ്വതിക്ക് ടെൻഷനായി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തിരിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ ഇന്ന് അവിടെ ഭൂകമ്പം നടക്കുമെന്നുള്ളത് അവൾക്ക് ഉറപ്പായിരുന്നു. പരീക്ഷ എഴുതാൻ പോയ മകളെ കാണാതായി എന്ന് അറിയുമ്പോൾ വീട്ടുകാരുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. പാവം അവരൊക്കെ പേടിച്ചു പോയിട്ടുണ്ടാകും. പക്ഷെ അശ്വതി ശ്രീയുടെ കൂടെ ഉണ്ടെന്ന് അവർ വൈകാതെ തന്നെ അറിഞ്ഞു. അതിനിടയിൽ ശ്രീയും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചർച്ച തുടങ്ങി. അങ്ങനെ ചർച്ചക്കൊടുവിൽ അവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഒളിച്ചോടണമെന്നോ കല്യാണം കഴിക്കണമെന്നോ എന്നുള്ള യാതൊരു പ്ലാനും ഇല്ലാതെയാണ് അശ്വതി ശ്രീയെ കാണാൻ വന്നത് എന്ന് ഓർക്കണം. ആ ഒരു പ്രണയത്തിന്റെ എടുത്തുചാട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രണയിക്കുന്നവർക്ക് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ലോകത്ത് വേറൊന്നും അവർക്ക് വിഷയമാകാറില്ല. അങ്ങനെ ശ്രീ പോയി താലി, മാല, പുടവ തുടങ്ങിയ സാധന സാമഗ്രികളൊക്കെ വാങ്ങി. അടുത്ത ദിവസം അമ്പലത്തിൽ ചെന്ന് താലികെട്ട് നടന്നു. അതിനിടയിൽ അശ്വതിയുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. താലികെട്ടിന് ശേഷം അശ്വതിയും ശ്രീയും കൂടി സ്റ്റേഷനിൽ പോയി. ആസ് യൂഷ്വൽ തനിക്ക് ശ്രീയുടെ കൂടെ പോകാനാണ് താല്പര്യമെന്ന് അശ്വതി പറഞ്ഞു. അങ്ങനെ അതിലൊരു തീരുമാനമായി. സ്റ്റേഷനിൽ വെച്ച് നടന്ന കാര്യങ്ങളൊന്നും പറയാനോ ഓർക്കാനോ ഒന്നും അശ്വതിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം അറിയാലോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്വന്തം മാതാപിതാക്കളാണ്. കരച്ചിലും ബീച്ചിലൊക്കെ ആയിട്ട് നല്ല ഡാർക്ക് സീൻ തന്നെ ആയിരിക്കും. എന്തായാലും സ്റ്റേഷനിൽ വെച്ച് കരഞ്ഞുകൊണ്ട് ഒരു കാര്യം അശ്വതിയുടെ അമ്മ പറഞ്ഞു. അവളെ തുടർന്നും പഠിക്കാൻ അനുവദിക്കണം, അവൾ പഠിക്കണം. വിദ്യാഭ്യാസത്തിന്റെയും ജോലിയുടെയും വില ഒരു പെണ്ണ് അറിയുന്ന പോലെ മറ്റാരും അറിയുന്നുണ്ടാവില്ലല്ലോ അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഒരു ദയനീയ അവസ്ഥയിലും ആ അമ്മ തന്റെ മോളെ തുടർന്ന് പഠിക്കാൻ അനുവദിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അശ്വതിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, ഒറ്റപ്പെടാതിരിക്കണമെങ്കിൽ പഠനം പൂർത്തിയാക്കുക തന്നെ വേണമെന്ന ബോധം ആ അമ്മക്ക് ഉണ്ടായിരുന്നു. ഇനിയാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതും കൂടി കേട്ടതിന് ശേഷം നമുക്ക് നിർത്താം. അങ്ങനെ നമ്മൾ ആടുന്ന നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലെത്തി താലികെട്ടെല്ലാം കഴിഞ്ഞ് അപ്പാണ് എനിക്ക് കുറച്ച് ടെൻഷൻ വരാൻ തുടങ്ങിയത്. കാരണം ചുറ്റും ശ്രീന്റെ ഫ്രണ്ട്സ്, എന്റെ ആരുമില്ല, എന്റെ അമ്മയില്ല. അമ്മന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ കല്യാണം കാണണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ വേണമെന്ന് വെച്ചിട്ട് കല്യാണം അങ്ങനെ ഒളിച്ചോടി പോയി കഴിച്ചതല്ല. ഞാനും ശ്രീ ഒട്ടും ഒളിച്ചോടി കല്യാണം കഴിക്കുന്നതിനോട് ഇഷ്ടമുള്ള ആൾക്കാരല്ലായിരുന്നു. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഞാൻ പോയി കഴിച്ചു. അങ്ങനെ താലി കെട്ടിയ ആ ഒരു മൊമെന്റിൽ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കല്യാണമാണ്, ഞാൻ ആഗ്രഹിച്ച ഒരാളെന്നെ കല്യാണം കഴിച്ച് അതെല്ലാം ഓക്കെ. പക്ഷെ എനിക്ക് എന്തെല്ലോ ടെൻഷനാണ് ഉണ്ടായത്. സിന്ദൂരെല്ലാം വെച്ച് കഴിയുമ്പോൾ ഞാനിങ്ങനെ, നമ്മൾ ആഗ്രഹിച്ച ഒരു കല്യാണമല്ല, നമ്മൾ അങ്ങനെയല്ലല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ നമ്മളൊരു താലി കെട്ടുമ്പോൾ താലി കെട്ടുന്ന ഒരു പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എന്തെല്ലോ ലോകത്താണ് ഉണ്ടായത്. താലി കെട്ടി സിന്ദൂരം വെച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അതിന്റെ അപ്പുറം സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞാൽ ഒരു പുതുമോടിയിലൊന്നും അല്ലേനും ഉണ്ടായത്. കാരണം എനിക്ക് എന്റെ ഫാമിലി ഇല്ലാത്തതിന്റെ ഞാൻ രാത്രിയിൽ ഇരുന്ന് കഴിയും. അമ്മനെ വിളിക്കണോ, എനിക്ക് എന്റെ അമ്മ വേണം. അപ്പൊ നീ എന്തിനടി വന്നേന്ന് ശ്രീനോട് ചോദിക്കും. പക്ഷെ എങ്കിൽ അതല്ല, എനിക്ക് ശ്രീനിയും വേണം, എന്റെ വീട്ടുകാരിയും വേണം, രണ്ടും വേണം. പക്ഷെ രണ്ടും ഒന്നിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. ശ്രീനെ മാത്രമാണ് കിട്ടിയത്. വീട്ടുകാരപ്പം എൻ്റെ അടുത്ത് മിണ്ടലുണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ ഒളിച്ചുകൊണ്ടലിന് ഒരു രീതിയിലും 1% പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കാം എനിക്ക് തീരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നാത്തത്. അതൊരു നല്ല പരിപാടിയായിട്ട് തോന്നുന്നില്ല. നമുക്ക് ലൈഫിൽ ഒരു ടൈം ഉണ്ടാകുന്ന കാര്യമല്ലേ ഈ കല്യാണം എന്ന് പറയുന്നത്. അത് നമ്മൾ എൻജോയ് ചെയ്ത് നമുക്കൊരു ഡ്രീമല്ലേ ഉണ്ടാവും. എനിക്ക് എന്റെ കല്യാണത്തിനെ കുറിച്ച് കുറേ ഡ്രീം ഉണ്ടായിരുന്നു, ശ്രീക്കും കുറേ ഡ്രീം ഉണ്ടായിരുന്നു. അതൊന്നും നടക്കാണ്ട് നമ്മളിങ്ങനെ, നമ്മളെ ഫാമിലി ഇല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരില്ല, ആരുമില്ല, ഫ്രണ്ട്സ് ഉണ്ട്, അല്ലാണ്ട് ആരും ഇല്ലാണ്ട് ഇങ്ങനെ നടന്ന ഒരു കല്യാണം, അത് അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല. വീട്ടുകാരിൽ ഉണ്ടായിട്ട് നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് കഴിക്കുന്നതിന്റെ ഒരു രസം ഒളിച്ചോടലിൽ എന്തായാലും ഇല്ല. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ടൈം ട്രാവലറിൽ ബാക്കോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടുകാരെ ഒന്നും കൂടി പറഞ്ഞ് സമീപിച്ചിട്ട് നല്ല രീതിയിലൊരു കല്യാണം കഴിക്കുകയായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു കല്യാണം ഞങ്ങൾക്ക് രണ്ടാക്കും വേണ്ടായിരുന്നു. കല്യാണം വേണ്ടായിരുന്നല്ല, അങ്ങനെ വേണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ടൈം ട്രാവൽ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ തിരിച്ചു പോയി വീട്ടുകാരെ സംബന്ധിപ്പിച്ച് നല്ലൊരു കല്യാണം കഴിക്കുമായിരുന്നു. ഒരിക്കലും ഒളിച്ചോടി കഴിക്കുമായിരുന്നില്ല എന്നൊക്കെയാണ് അശ്വതി പറഞ്ഞു വെച്ചത്. ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയായിരുന്നു നമ്മൾ ഇത്രയും നേരം അശ്വതിയുടെ കഥ പറഞ്ഞത്. അശ്വതി ഇന്ന് ഹാപ്പിയാണ്. പ്രണയിച്ച് ഒളിച്ചോടി കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. എന്നിട്ടും അന്ന് അങ്ങനെ ഒളിച്ചോടി കല്യാണം കഴിച്ചതിൽ അവൾ ഇന്നും റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ഒളിച്ചോട്ട കല്യാണത്തെ ഞാൻ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് അവൾ അടിവരയിട്ട് പറയുന്നുണ്ട്. അതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. പ്രണയിച്ചവരും ഒളിച്ചോടിയവരുമാണ് ഭാവിയിൽ ഏറ്റവും കൂടുതൽ പ്രണയവിവാഹങ്ങളെ എതിർക്കാറുള്ളത്.
അത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ അനുഭവം അവരെ പഠിപ്പിച്ചതാണ്. പ്രണയവും ഒളിച്ചോട്ടവും എല്ലാം ഭയങ്കര മോശം പരിപാടിയാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അശ്വതിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവൾക്ക് അവളുടെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യിച്ചുകൊണ്ട് നല്ലൊരു കല്യാണം നടത്താമായിരുന്നു എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ പലരുടെയും കാര്യം അങ്ങനെയല്ല. ജാതിയും മതവും അടക്കമുള്ള പല കാര്യങ്ങളും തടസ്സമായി നിൽക്കുന്ന കുറെ പ്രണയങ്ങളുണ്ട്. ഒരു വിധത്തിൽ നോർമൽ കല്യാണം നടക്കില്ല എന്ന് ഉറപ്പുള്ള കേസുകൾ. അങ്ങനെയുള്ളവർക്ക് ഒളിച്ചോട്ടം മാത്രമാണ് പലപ്പോഴും പോംവഴിയാകാറുള്ളത്. എനിക്കിവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. പഠനമൊക്കെ പാതി വയൽ ഉപേക്ഷിച്ചുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ ഒളിച്ചോടുന്ന പരിപാടിയൊന്നും ഒരിക്കലും ചെയ്യരുത്. പ്രണയിക്കുന്നവർ ഒന്നാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഒന്നിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ മാക്സിമം അത് നല്ല രീതിയിൽ നടത്താൻ ശ്രമിക്കുക. പിന്നീട് ഒരു റിഗ്രറ്റ് ഉണ്ടാവാൻ ഇടവരരുത്. പ്രണയമോ വിവാഹമോ മാത്രമല്ല ജീവിതമെന്ന് മനസ്സിലാക്കുക. പ്രണയിക്കുന്ന കാലവും പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാലവും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ പ്രണയവിവാഹമാണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും രണ്ടും വിവാഹമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. രണ്ടാണെങ്കിലും നല്ലതും ചീത്തയും ഉണ്ടാകും. ഒന്നും മറ്റേതിനേക്കാൾ നല്ലതുമല്ല മോശവുമല്ല എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.